So, what do you think you'll do? How are you going to spend your life? I'm not sure. But I do know. I'm gonna live every minute of it. ഗൈസ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നാടൻ വിശേഷങ്ങൾ. നമ്മൾ കൊച്ചിയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഹായ്, ആ മഞ്ജലി ദേവി. നമുക്കിതാ ഇന്ന് കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് വരാം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കൊച്ചി മെട്രോ ഒക്കെ കയറി കറങ്ങി ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ചു. രാവിലെ എണ്ണിട്ട് ഫ്രഷ് ആയി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അബിക്കുട്ടൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ നാളെ ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ കുറെ പേര് മീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് വിശപ്പിന് നല്ല വിലയുള്ളതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങി. അപ്പൊ അവിടുന്ന് എനിക്ക് പാലട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അത് പറഞ്ഞ് വാങ്ങിച്ചിട്ട് നമ്മൾ ഫോറം മാളിലേക്ക് പോവാണ്. 2 ദിവസമായിട്ട് ഫോറം മാളിൽ തന്നെയാണ്. അവിടെ ആദ്യം നമ്മുടെ കണ്ടുപോയത് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റിലാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിൽ കയറി അടിപൊളി ആംബിയൻസ്. ഇങ്ങനെ വെച്ചോ എന്നാ പിന്നെ. അപ്പൊ ഷെഫ് പിള്ളയുടെ മീൻ റെസ്റ്റോറന്റിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഭയങ്കര സീ ഫുഡിന്റെ ഭയങ്കര കൊതിയനാണ്. അപ്പോൾ ഇവിടെ ഫിഷ് നിർമ്മാണം ഒന്നുണ്ട്, നെയ്മീൻ്റെ. ഇത് പിന്നെ കേരക്കറി. ഇത് എന്താണ് ഞാൻ മറന്നുപോയി ആക്ച്വലി. ഇത് നമ്മുടെ കൂന്തൽ. ഇത് കപ്പയുണ്ട്. പിന്നെ ഇതൊക്കെ മാഹി എന്ന് പറഞ്ഞൊരു മീനാണെന്ന് പറഞ്ഞേ. മാഹി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. പിന്നെ ഇതുണ്ട് നമ്മുടെ ചെമ്മീൻ. നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവേണം എൻ്റെ UK നിൽക്കുമ്പോഴേ ഭയങ്കര പ്ലാൻ ആയിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കഴിച്ചു നോക്കിയാലോ. നമ്മൾ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ട്രൈ ആണ് കേട്ടോ. 2 പേർക്കും വോയിസ് ഓവർ ചെയ്ത് കുറച്ച് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഇതൊക്കെ അത് ട്രൈ ചെയ്ത്, പക്ഷെ അധികം ഏറ്റിട്ടൊന്നും ഇല്ല. ഫുഡ് കഴിഞ്ഞ് സെറ്റായി ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സ് മാറണമല്ലോ. ഇന്നലെ നിങ്ങൾ കണ്ട അതേ ക്വാളിറ്റി തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പൊ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങണം. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ ട്രിപ്പിന് പോകുന്നുണ്ട്. അപ്പൊ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ കാര്യമായിട്ട് ഞാനും അബിയും കൂടെ ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് 1 ഡ്രസ്സുകൾ മാത്രം എടുത്തിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. സമയം ഉച്ചയായി ഗൈസ്. പിള്ളേരൊക്കെ പണിക്ക് പോയിട്ടുള്ളത് കൊണ്ട് ആരും അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ കുറച്ച് ടൈം കൂടെ തള്ളി നീക്കണം. ഓഫീസ് ടൈം ഒക്കെ കഴിയണം വരെ. എങ്കിലും വൈകുന്നേരം ഒരു നേരം ഇരുട്ടിയാലാണ് നമ്മുടെ ചാൻസ് ഒക്കെ ഒന്ന് ഫ്രീ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ സമയം കൊണ്ട് കുറച്ചും കൂടെ ഷോപ്പിംഗും പരിപാടികളൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കൊളാബറേഷൻ വീഡിയോ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, ഒരു ഹണി കേക്കിന്റെ. അപ്പൊ ഞാനും അബിയും കൂടെ അത് ചെയ്യാനായിട്ട് നേരെ പോയി ലുലുവിനെയും കൂട്ടിയിട്ട് ഹണി സ്പെഷ്യൽ കേക്ക് പാലാരിവട്ടത്തുള്ള അവിടേക്ക് പോവാണ് കേട്ടോ. ഇവർ ലണ്ടനിലുള്ള ഷോപ്പിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 5-in-1 ടോർട്ടയാണ് ട്രൈ ചെയ്തത് കേട്ടോ. എനിക്ക് കേക്കിനോട് ഇച്ചിരി ഭ്രാന്ത് കൂടുതലാണ്. അപ്പൊ 7-in-1 ടോർട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ വെറുതെ വിടുവോ. അങ്ങനെ നമ്മൾ 3 പേരുടെ അവിടെ എത്തി സാധനവും ട്രൈ ചെയ്ത് ഒരു കിഡിലൻ സാധനം. മേ ബി കേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതെന്ന് അറിയില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും ഹെവി ആയിട്ട് കഴിച്ച് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം സ്വീറ്റ് ആണ് ഡെഫിനറ്റ്ലി. അപ്പൊ അത്രയും കഴിച്ച് കിറങ്ങി പോകുന്ന ഒരു അവസ്ഥ എത്തിയത് കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ആയിരുന്നേ ഉള്ളൂ. അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് പ്രൊമോഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ക്യാമറയും ഡയറക്ഷനും ഒക്കെ കാരണം ഞങ്ങൾ മാരകമായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ഔട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം നല്ല എന്റർടൈനിങ് ആയിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ പോകുമ്പോൾ സത്യം പറഞ്ഞ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉള്ളത് നല്ലൊരു രസമുള്ള ഒരു പരിപാടിയാണ്. ഇത് മാത്രമല്ല കേട്ടോ, അതിന് കുത്തി എടുക്കണമെന്നില്ല. കിട്ടി സാധനം കിട്ടി. ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരുണുലാസിന്റെ കോള് വന്നിട്ടോ. നമ്മുടെ ചങ്കാണ്. അപ്പൊ നമ്മളെല്ലാവരും അവനെ കാണാനായിട്ട് സ്റ്റേഡിയത്തിന് അവിടെ പോകുമ്പോഴത്തേക്കും ആളുടെ താറും അച്ഛനുമായിട്ട് അവിടെ ഫുൾ സെറ്റ് ഓൺ പവർ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഏത് കാലത്തെ കാണാനറിയില്ല. ഇത് ഹണിക്കൊക്കെ ഇവിടുത്തെ പാലാരിവട്ടത്തെ ഹണിക്കേക്ക് വിഷയം. കുറെ നാളിന് ശേഷം കാണുകയാണ്. ഒരു 2-3 വർഷമായിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അരുൺ ഒരു ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് വ്ളോഗർ ഇൻഫ്ലുവൻസർ ഒക്കെയാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. മേ ബി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ആള് വളരെ ക്ലോസ് ടു ഹാർട്ട് ഫ്രണ്ട് ആണ്, വളരെ വെൽവിഷർ ആണ്. അപ്പം എനിക്ക് എന്തായാലും കാണാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആകാശ് ബാജുനും വന്നിട്ടുണ്ട് കേട്ടോ.
സൂപ്പർ ജൂനിയേഴ്സ് ആണ്. നമ്മൾ തമ്മിൽ ഒരു 5 ഇയേഴ്സോളം ലൈക്ക് എന്റെ ജൂനിയേഴ്സ് ആണ്. ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം വൈബ് ഓൺ ആക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവർ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ അവരെ കണ്ടു, അതും ഭയങ്കര ഹാപ്പിയായി. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് ഏജവാനിയുടെ റീ റിലീസിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഓർമ്മ വന്നിട്ടോ. ആ കഥയുടെ ഇതിൽ നമ്മൾ അങ്ങ് വിട്ടുപോയി. അപ്പൊ എന്തായാലും ലേറ്റ് ആയി, ബ്ലോക്ക് കടന്ന് അവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ഞാനും അബിയും കൂടെ പറന്ന് വിട്ടു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ് വാസുദേവ് മേനോൻ ഡയറക്ടർ എനിക്ക് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ആളെ ജസ്റ്റ് ഒന്ന് കണ്ടു, മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു അവിടെ ഓടി എത്തിയതിന്റെ ഗുണം ഉണ്ടായെന്നുള്ള ഒരു സന്തോഷത്തിൽ വന്നിട്ടോ. എന്നാലും എന്റെ ഫേവറേറ്റ് മൂവിയുടെ റീ റിലീസ് കാണാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ സമയം ഉണ്ടാവും, ഇനി ആയാലും നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല, എല്ലാം നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ നമുക്കിനി ഒരാളെ കൂടെ കാണാണ്ട്, മനുക്കുട്ടൻ എന്റെ ഒരു കുട്ടി അനിയനാണ്. വളരെയധികം എനിക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള വേറൊരു ഫ്രണ്ടാണ് കേട്ടോ മനുക്കുട്ടൻ. അപ്പൊ അവനെ കാണാൻ പറ്റി, അതും ഭയങ്കര സന്തോഷം. കുറെ കഥയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പേരെയും കൂടെ ലിസ്റ്റിലുള്ളവരെ വിട്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പൊ തന്നെ സമയം ഒരു 1:30-2 മണി ആയിട്ടുണ്ട്, നട്ടപ്പാതിര. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഫാമിലി ആയിട്ട് നിൽക്കുന്നവരുടെ അടുത്തൊന്നും പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. നാളെ രാവിലെ പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഉറക്കമൊന്നുമില്ല കേട്ടോ. കാരണം രാവിലെ നമുക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണാനായിട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങൾ വരും വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പൊ ഞാൻ അഭികൂടെ കൊച്ചിൽ ഇങ്ങനെ തെണ്ടി നടക്കാം കേട്ടോ. കുറച്ച് ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ട് ഉറക്കമൊക്കെ പിടിച്ചു നിർത്തി കാറിലൊക്കെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഇങ്ങനെ ഒരു ഓളത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കൂടെ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.